ആടണം പാടണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം. പച്ചപനന്തത്തെ പുന്നര പൂമുത്തെ പൂനെല്ലിൻ പൂങ്കരളെ, എന്നോമന പുന്നര പൂങ്കരളെ. ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചുവാഴത്തൊപ്പിൽ ഒന്ന് പൊൻകരളെ, വന്നാലും എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ. ആടണം പാടണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആടണം പാടണം പാടി കുടിക്കണം, കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം. ഈ കഥ നിങ്ങൾ കേൾക്കണം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലൊരു നാടൻ കോഴി നമ്മൾ പാകം ചെയ്യാൻ പോവാം. നാടൻ കോഴിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നാടൻ കോഴിയും മറ്റേ ബ്രോയിലറായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നാടൻ ചിലപ്പോൾ പെട്ടെന്ന് വന്നേക്കാം, പക്ഷെ എന്നാലും ഉണ്ടായ ഒരു അനുഭവ കഥ പറയാൻ പോവാം. എൻ്റെ 13 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ആളാണ് ഡ്രൈവർ പ്രദീപ്. ഡ്രൈവർ എന്ന് പറയില്ല, സഹോദരൻ എന്നേ പറയുള്ളൂ. ഇതെൻ്റെ കൂടെയുള്ള എൻ്റെ അസിസ്റ്റൻറ്റ് പയ്യനാണ് ദിലീപ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവരെല്ലാവരും എൻ്റെ വീടിൻ്റെ തൊട്ടുമുറത്തുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഞാൻ ഒരുമിച്ച് താമസിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഒറ്റ മുറിയാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കിടക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനും സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു 9 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും റൂം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. എൻ്റെ കൂട്ടുകാരന്മാരാണ്, എൻ്റെ ബ്രദേഴ്സാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ കഴിയുക, എനിക്ക് കിട്ടുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കുക, എനിക്ക് കിട്ടുന്ന എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. അതേമാതിരി തന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവന് തുല്യം നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അത് ഒരു എന്താ പറയുക, അങ്ങനെ വളരെ അപൂർവം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ആൾക്കാരെ കാണാൻ പറ്റി. ഇതിന് മുമ്പ് ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് പീറ്റർ എന്നാണ് പേര്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞുകൊണ്ട് വരാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം ഇവനെ പറ്റി പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല. ഞാൻ എൻ്റെ ഒരു കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്നൊരു സാബു എന്ന് പറഞ്ഞ ഫ്രണ്ട്, എൻ്റെ മാനേജർ ജോബി, പിന്നെ ആരൊക്കെ എല്ലാ ഫുൾ ഷാൻഗി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഇവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു, മനുഷ്യടാ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ അപ്പൻ കോഴിക്കറി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, എന്നാൽ വൈകുന്നേരം അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്ന് വണ്ടി ഓടിക്കാൻ വരില്ല, ഇന്ന് ഞാനിവിടെ കോഴിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിന് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. ഞങ്ങളെല്ലാവരും വൈകുന്നേരം ചെന്നു. ആ അക്ക നോക്കിയപ്പോൾ നല്ല രസം. കോഴിയൊക്കെ എന്നിട്ടേ ഞങ്ങളെ കണ്ടപ്പോൾ ഇവിടെ ഇടി കൂടി. അതിനെ വെട്ടി റെഡിയാക്കി ഞാൻ അരിയുന്നു, പിടിക്കുന്നു, ഇവരെല്ലാവരും നന്നാക്കുന്നു കാര്യങ്ങൾ. ഇവൻ്റെ അപ്പൻ ഭയങ്കര ഇത്, കലക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഓട്ടം ചാട്ടം ബഹളം. കോഴിയെ എത്ര മണിക്ക് എത്തി? 6 മണിക്ക് കോഴിനെ അടപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് എൻ്റെ പൊന്നെ, ഇതാരോ പാടി മതി. തൂശനില മുറിച്ചു വെച്ചു പിന്നെയും മുറിച്ചു വെച്ചു, തൂശനില മുറിച്ചു വെച്ചു പിന്നെയും മുറിച്ചു വെച്ചു തൂശനില. ഈ തൂശനില അങ്ങോട്ട് മുറിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. കോഴി വന്നത് എപ്പോഴാ? 12:30 രാത്രി 12:30 കോഴി വന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എടാ അപ്പൻ്റെ അടുത്ത് വെച്ചു, ഈ കോഴി എന്തത് ഇത്ര വേവ്, എന്തെങ്ങനെ ഇത്ര നേരം? 6 മണിക്ക് തുടങ്ങിയിട്ട് 6, 7, 8, 9, 10, 11, 12, ഇത് എന്താ കാരണം എന്ന് വെച്ചപ്പോൾ ഇവൻ്റെ അപ്പൻ എന്താ പറഞ്ഞേ? ഇവൻ്റെ അപ്പന് ശ്രീധരൻ കിട്ടിയ കോഴിയാണെന്നത്. എൻ്റെ ദൈവമേ, ഇന്നിപ്പോൾ നമ്മൾ വെക്കാൻ പോണ കോഴി എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എന്തായാലും ആ കോഴി ഒന്ന് പാചകത്തിലൂടെ നമുക്ക് കാണാം. ഞാൻ വയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ വേണ്ടത് സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഗരം മസാല, അതായത് ഏലക്കായ, കരയാമ്പൂ, കറുകപ്പട്ട സാധനം, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് പിന്നെ തേങ്ങ കൊത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ കൊത്തായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അതിൽ കറിവേപ്പില കിട്ടിയില്ലേ രവി? കിട്ടിയില്ലേ? അപ്പം ഇനി കറിവേപ്പിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും ഒരു പച്ച കളർ സാധനം എടുത്തിട്ടല്ലേ. അപ്പം കറിവേപ്പില കിട്ടിയില്ലാണ്, അതിൻ്റെ ഒരു കുറവുണ്ടാവും. പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കറിവേപ്പിലയാണ് ഏറ്റവും നല്ലത് ഭക്ഷണത്തിലായാലും എന്തിനായാലും. പക്ഷേ ചില കാര്യങ്ങൾ കഴിഞ്ഞാൽ കറിവേപ്പില എടുത്ത് കളയും. അതാണ് ചില ആൾക്കാരുടെ അവസ്ഥയും നമ്മുടെയൊക്കെ എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. കറിവേപ്പില ഇല്ലെങ്കിൽ സദ്യ നന്നാവില്ല. പക്ഷെ കറിവേപ്പില ആദ്യം 3 കഴിക്കുമ്പോൾ തന്നെ ആകെ അത് കറി എടുത്തിട്ട് ആദ്യം ഒരു കറിവേപ്പില എടുത്തിട്ട് അതിനെ പുറംകാലം അടി ഒറ്റ അടിയാണ്, അതിനവിടെ നീക്കി വയ്ക്കും. എന്തായാലും കറിവേപ്പില എല്ലാത്തിനും മസ്റ്റാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ കോഴിക്കറി അങ്ങനെ പാകം ചെയ്യാമെന്ന് കാണാം. കോഴിക്കറി എന്നിട്ട് നിങ്ങൾ ഓരോ വീട്ടിലും വെച്ച്
എവിടെയെങ്കിലുമൊക്കെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ മണിച്ചേട്ടാ ഞങ്ങൾ കണ്ടു കേട്ടാ കോഴിക്കറി എന്തായാലും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് നമുക്കൊരാൾ കൊണ്ട് കോഴിക്കറി വെച്ചൊന്നുമില്ലടാ. ഏത് ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ്? മലയാളി അല്ലേ, മലയാളി പടത്തിന് പോയപ്പോൾ കാവശ്ശേരിയിലൊരു ചേട്ടൻ ഇക്ക ഗൾഫിൽ നിന്ന് വന്നാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നെ കാണാൻ വന്നു. ഞങ്ങളുടെ മുത്താണ്, നിങ്ങളുടെ കറുത്ത മുത്തോടോ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇക്കാൻ്റെ ചേച്ചി വന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് എന്താ ഞങ്ങൾ തരാം സമ്മാനം? ഞാൻ പറഞ്ഞു എന്താ തരാം? അയ്യോ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്ത പോയിട്ട് നല്ല പത്തിരിയും കോഴിക്കറിയും കൊണ്ടുവന്നിട്ട് അയ്യോ ആ കോഴിക്കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ആ സെറ്റിൽ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ആ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. കുറേ കൊണ്ടുവന്നു. എന്തായാലും ആ എത്തണ്ടാക്കിയ കോഴിക്കറി അത്ര എത്താൻ പറ്റില്ല. നമുക്ക് ഈ കോഴിക്കറി നമുക്ക് വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഈ കോഴി വയ്ക്കുന്ന കോഴിക്കറി നമുക്ക് വെച്ച് നോക്കാം.